ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി വാർത്താ തലക്കെട്ടുകളിലെ സ്ഥിരം സാന്നിധ്യമാണ്. ഡെമോക്രാറ്റിക് പാർട്ടികളിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ മംദാനിയുടെ വിജയവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശനങ്ങളും ജനപ്രിയ വാഗ്ദാനങ്ങളും സോഷ്യലിസ്റ്റായ മംദാനിയെ ആഗോളതലത്തിൽ ശ്രദ്ധേയനാക്കി. എന്നാൽ മംദാനിയുടെ വിവാഹത്തെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച. 33കാരനായ സൊഹ്റാൻ മംദാനിയും ആർട്ടിസ്റ്റും ആനിമേറ്ററുമായ റാമ ദുവാജിയും ഫെബ്രുവരിയിൽ വിവാഹിതരായിരുന്നെങ്കിലും ചടങ്ങുകൾ അടുത്തിടെയാണ് നടന്നത്. ഉഗാണ്ടയിലെ മംദാനിയുടെ കുടുംബവക എസ്റ്റേറ്റിൽ 3 ദിവസം നീണ്ടുനിന്ന ചടങ്ങ് അത്യാഡംബരം നിറഞ്ഞതായിരുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നടന്ന വിവാഹത്തിൽ അതിഥികൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. കംപാലയ്ക്ക് അടുത്തുള്ള ബുസിക ഹിൽ പരിസരത്ത് നടന്ന വിവാഹത്തിൽ നിരവധി സുരക്ഷാ ഗേറ്റുകളും മുഖംമൂടി ധരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരും ഫോൺ ജാമിംഗ് ഉപകരണങ്ങളും ഉൾപ്പെടെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. വിവാഹത്തിനായി മംദാനിയുടെ എസ്റ്റേറ്റ് വർണ്ണാഭമായ രീതിയിൽ അലങ്കരിച്ചിരുന്നു. ആഡംബര ബസ്സുകളും മെഴ്സിഡീസും റേഞ്ച് റോവറും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും എസ്റ്റേറ്റിലേക്ക് എത്തി. വെള്ളിയാഴ്ച രാത്രിയിലാണ് ചടങ്ങ് അവസാനിച്ചത്. ഉഗാണ്ടയിൽ ജനിച്ച സൊഹ്റാൻ മംദാനി 7ാമത്തെ വയസ്സിലാണ് ന്യൂയോർക്കിലേക്ക് താമസം മാറുന്നത്. 2018 US പൗരത്വം സ്വീകരിച്ചു. 27കാരിയായ റാമ ദുവാജിയുമായി ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് സൊഹ്റാൻ പ്രണയത്തിലാകുന്നത്. ഇരുവരും ഇപ്പോൾ ന്യൂയോർക്കിലെ അസ്റ്റോറിയയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. വിക്ടോറിയ തടാകത്തിന്റെ വിശാലമായ കാഴ്ചയുള്ള 2 ഏക്കർ സ്ഥലത്താണ് വിവാഹ ചടങ്ങ് നടന്ന എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വീടുകൾക്ക് $1 മില്യൺ കൂടുതൽ വിലമതിക്കുമെന്ന് പറയപ്പെടുന്നു. സൊഹ്റാന്റെ പിതാവ് മെഹ്മൂദ് മംദാനിയാണ് ഉഗാണ്ടയിലെ സമ്പന്നർ താമസിക്കുന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ എസ്റ്റേറ്റിന് ഉടമ. ഭാര്യയും ഇന്ത്യൻ അമേരിക്കൻ സംവിധായികയും നിർമ്മാതാവുമായ മീര നായർക്കൊപ്പം മെഹ്മൂദ് മംദാനി ഈ എസ്റ്റേറ്റിലും ന്യൂയോർക്കിലും ന്യൂഡൽഹിയുമായി മാറി മാറി താമസിച്ചു വരികയാണ്. അതേസമയം സൊഹ്റാൻ മംദാനിയുടെ വിവാഹം ആഘോഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും ആഡംബരം നിറഞ്ഞ ജീവിതശൈലിയെ വിമർശിച്ചും പലരും രംഗത്തെത്തിയിട്ടുണ്ട്. വാടക വർധനവ് തടയുക, പോലീസ് ബജറ്റ് വെട്ടിക്കുറയ്ക്കുക, മെച്ചപ്പെട്ട ഭവനാവകാശങ്ങൾ നൽകുക തുടങ്ങിയ മംദാനിയുടെ രാഷ്ട്രീയ നിലപാടുകളും ആഡംബര വിവാഹവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ മംദാനിയുടെ വീടിന് സമീപം താമസിച്ചിരുന്ന ഉഗാണ്ടൻ സുപ്രീം കോടതി ജഡ്ജി അന്തരിച്ചതിൻ്റെ ദുഃഖാചരണം നടക്കുന്നതിനിടെയാണ് വിവാഹം നടന്നതെന്നും വിമർശനമുണ്ട്. മംദാനിയുടെ കടന്നുവരവ് കൂടി നോക്കാം. ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരാളികളെയും സ്വന്തം പാർട്ടിക്കാരെയും ഞെട്ടിച്ചായിരുന്നു സൊഹ്റാൻ മംദാനിയുടെ വിജയം. ഗവർണർ ആൻഡ്രൂ ക്യൂമോയെയാണ് മംദാനി പരാജയപ്പെടുത്തിയത്. വീട്ടുവാടക കുറയ്ക്കൽ, സൗജന്യ ഡേ കെയർ അടക്കം വിവിധ ജനപ്രിയ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത് മംദാനിക്ക് നേട്ടമായി. ഈ വർഷം നവംബർ 4-നാണ് ന്യൂയോർക്ക് മേയറെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. മംദാനിയുടെ വിജയത്തിന് പിന്നാലെ ഭീഷണി സ്വരത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് ശ്രദ്ധ നേടിയിരുന്നു. മേയറായ ശേഷം മാന്യമായി പെരുമാറിയില്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. മംദാനി ജയിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.